നമസ്കാരം. BSNL 4G വ്യാപനം വേഗത്തിലാക്കാൻ 6000 കോടി രൂപ കൂടി BSNLന് കേന്ദ്ര സർക്കാർ അനുവദിക്കും. ഇതിലൂടെ 4G വിന്യാസം കൂടുതൽ വേഗത്തിലാകുമെന്നാണ് ടെലികോം മന്ത്രാലയം വിലയിരുത്തുന്നത്. രാജ്യത്ത് 1 ലക്ഷം 4G ടവറുകളാണ് BSNL ലക്ഷ്യമിടുന്നത്. ഇതിലേക്ക് എത്താൻ 2025 വരെ കാത്തിരുന്നാൽ മതി. നിലവിൽ BSNLന് മാത്രമാണ് ഇന്ത്യയിൽ 4G കണക്ടിവിറ്റി ഇല്ലാതിരിക്കുന്നത്. ആ കുറവാണ് BSNL മറികടക്കാൻ പോകുന്നത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ്, തേജസ് നെറ്റ്വർക്ക്സ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്നിവയുമായി സഹകരിച്ചാണ് BSNL 4G സേവനം എത്തിക്കുന്നത്. 26,316 കോടി രൂപ മുടക്കി 24,680 ഗ്രാമങ്ങളിൽ 4G സേവനം എത്തിക്കുന്നതിനു പുറമെ നിലവിലുള്ള ടവറുകൾ 4Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും BSNL ശ്രമിക്കുകയാണ്. 4G സൗകര്യം വിപുലമാക്കുന്നതിന് ശേഷം 5G വേഗത്തിൽ ഒരുക്കാനും BSNL പദ്ധതിയിടുന്നുണ്ട്. റിലയൻസ്, ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ടെലികോം സേവനദാതാക്കൾക്ക് ഇതിനകം 4G രാജ്യത്തുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ BSNLിലേക്ക് തിരിച്ചുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈയിൽ BSNL ഒഴികെ മറ്റ് ടെലികോം കമ്പനികളെല്ലാം റീചാർജ് നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. നിരക്കുകൾ ഉയർത്തിയത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിമാസ ചെലവ് വർദ്ധിപ്പിച്ചു. ജിയോ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചപ്പോൾ എയർടെൽ 11 മുതൽ 21% എന്ന തോതിലും വോഡഫോൺ ഐഡിയ 10 മുതൽ 21% എന്ന നിലയിലുമാണ് നിരക്കുകൾ ഉയർത്തിയത്. ഇതോടെ നിരവധി പുതിയ കണക്ഷനുകളാണ് BSNLന് ലഭിച്ചത്. പലരും സിം പോർട്ട് ചെയ്ത് BSNLിലേക്ക് മാറിയിരുന്നു. 4G 5G ടവറുകൾ സ്ഥാപിക്കുന്ന ജോലി രാജ്യത്തുടനീളം വേഗത്തിലാക്കുന്നതിനൊപ്പം സ്വകാര്യ കമ്പനികളെ BSNL ലക്ഷ്യമിടുകയാണ്. BSNLന്റെ ഈ മുന്നേറ്റം സ്വകാര്യ കമ്പനികൾക്ക് വെല്ലുവിളിയാവുകയാണ്. സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധന പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് BSNL നിലവിൽ. BSNLന്റെ പ്രതിമാസ നിരക്കുകൾ വളരെ കുറവുള്ളതിനാൽ പല ഉപഭോക്താക്കളും തങ്ങളുടെ കണക്ഷനുകൾ BSNLിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പല നഗരങ്ങളിലും ഇതിനകം തന്നെ BSNL 4G എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കും. വൈകാതെ തന്നെ 5G അവതരിപ്പിക്കാനുള്ള ശ്രമവും BSNLന്റെ ഭാഗത്തു നിന്നുണ്ട്. BSNL മടങ്ങി വരികയാണ്. BSNLന്റെ ഈ മുന്നേറ്റം ജിയോയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പുമായി 15,000 കോടി രൂപയുടെ കരാറിൽ കമ്പനി ഒപ്പുവെച്ചിരുന്നു. സ്വകാര്യ ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് വൻ മുന്നേറ്റമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം നടത്തുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം BSNLിലെ നഷ്ടത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിൽ 2,790.83 കോടി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ടെലികോം മേഖലയിൽ പുത്തൻ കുതിപ്പിന് BSNL സജ്ജമാവുകയാണ്. BSNLന്റെ തിരിച്ചുവരവ് ജിയോയ്ക്ക് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. എന്തായാലും BSNLന്റെ മുന്നേറ്റം കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.